കുടിവെള്ളം കിട്ടാക്കനിയായ അലനല്ലൂർക്കാർക്ക് ദൈവദൂതനെ പോലെയാണ് ഇപ്പോൾ കരീം എന്ന ഈ യുവാവ്. വെള്ളം ഉള്ളിടത്തു നിന്നും ശേഖരിച്ച് തന്റെ കഴിവിന്റെ പരമാവധി എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്നതാണ് കരീമിനെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാക്കുന്നത്. ദിവസവും 6500 ലിറ്ററോളം വെള്ളമാണ് കരീം പല വീടുകളിലായി എത്തിക്കുന്നത്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അയ്യപ്പൻകാവ്, പള്ളിക്കുന്ന്, നെല്ലിക്കുന്ന്, അത്താണിപ്പടി, കാട്ടുകുളം സ്കൂൾ പരിസരം, ALP സ്കൂൾ പരിസരം തുടങ്ങി നിരവധി പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി കാത്തിരിക്കുന്നത് കാട്ടുകണ്ടൻ കരീമിനെയാണ്. ഒരു കുടുംബത്തിന് 4 കുടം വെള്ളമാണ് കരീം നൽകുന്നത്. ഇത്രയും വെള്ളം വിതരണം ചെയ്യാൻ തന്നെ വെള്ളം ലഭിക്കുന്നില്ലെന്നാണ് കരീം പറയുന്നത്. നാട്ടില് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കുടിവെള്ളക്ഷാമമാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് എന്റെ ജീവിത പരിധിയിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഈ കുടിവെള്ളം കൊടുക്കുന്നത്. അതൊരു ജീവകാരുണ്യ പ്രവർത്തനമായി ഞാൻ കാണുന്നുണ്ട്. അതിനുവേണ്ടി എനിക്ക് വെള്ളം നൽകി സഹായിക്കുന്ന അലനല്ലൂരിലെ നല്ല മനസ്സുള്ള വ്യക്തികളുണ്ട്. എനിക്ക് ദിവസം 4000-ഓളം ലിറ്റർ വെള്ളം തന്ന് കുടിവെള്ളം നൽകുന്നത് കേബിൾ TV ജീവനക്കാരനായ തോന്നൂരാൻ നൌഷാദാണ്. അതുപോലെ എന്റെ സുഹൃത്തുക്കളായ റോഡ് കോൺട്രാക്ടർ തച്ചമ്പറ്റ സാദത്ത്, ആലയൻ അനീസ് സിറാജ്, പിന്നെ കൊങ്ങത്ത് മേദുണ്യാജി എന്നിവരൊക്കെയാണ് എനിക്ക് വെള്ളം നൽകി സഹായിക്കുന്നത്. ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കരീം വരുമ്പോഴേക്കും സ്ത്രീകളും കുട്ടികളും കുടവുമായി വരിവരിയായി നിൽക്കുന്നുണ്ടാവും. അധികം വെള്ളത്തിനായി ബഹളം വെക്കാറുണ്ടെങ്കിലും ലഭിക്കാറില്ലെന്നാണ് സ്ത്രീകളുടെ പരാതി. ഞങ്ങൾക്ക് വെള്ളമല്ല, ഇത് കൊമ്പാക്കലക്കുന്ന് നെല്ലിക്കുന്നാണ്. കരീമാണ് ഞങ്ങൾക്ക് 4 കുടം വെള്ളം കൊണ്ടുവന്ന് തരുന്നത്. ഓനോട് 3 നേരം വെക്കാണെൽക്കും 4 കുടത്തിൽ കൂടി 1 കുടം കൂടി കൊണ്ടാറിന ഓൻ തരൂല. ഓൻ ഇന്ന വെള്ളം കാണിച്ചു തരും, ഞാൻ കൊടുത്തു തരാന്ന് പറയും. ഞങ്ങൾ ഇവിടുക്ക വെള്ളം കാണിച്ചു കൊടുക്കാൻ പോണു. പഞ്ചായത്തോ അല്ലെങ്കിൽ വല്ല മെമ്പർമാരോ ആരെങ്കിലും ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത്, അതൊന്നുമില്ല. ഇത് എന്നിട്ട് കരീമ് ഞങ്ങളോട് നിങ്ങൾ എവിടെയെങ്കിലും വെള്ളം കാണിച്ചു തരി, ഞങ്ങൾക്ക് കൊടുത്തു തരാന്ന്. അല്ലാതെ ഞാൻ കൊടുക്കാൻ വെള്ളത്തിനോണു ഞാൻ കിട്ടുന്നത് കൊടുന്നേരും. നാളെ മുതൽ ഇതൊന്നും കിട്ടൂല. ഞങ്ങൾ കച്ചറ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെ കൊണ്ടുവരുന്നവരോടല്ലാതെ ആരോടാ കച്ചറ ഉണ്ടാക്കുക? ഞങ്ങൾക്ക് ഈ വെള്ളത്തിന് എന്തെങ്കിലും നിങ്ങളൊരു തീരുമാനം എടുത്തു തരണം. ഈ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. എന്നാൽ ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന് പ്രദേശത്തുള്ളവർ പറയുന്നു. ഒരു 3 മാസമായി ഇപ്പൊ കരീമ വെള്ളം കൊണ്ടല്ലോ തുടങ്ങിയിട്ട് ഞങ്ങൾ അതിന് വാങ്ങും ആശ്രയം വെച്ചിട്ട് എല്ലാവർക്കും ഓരോ തുള്ളിച്ച വെള്ളം കിട്ടുന്നുണ്ട്. 4 കുടം വെള്ളം തരും. 5ാമത്തെ കുടം ഒന്നും എടുക്കാനുണ്ടാവില്ല. ഞങ്ങളൊക്കെ അവനോട് ദേഷ്യം പിടിക്കും, വെക്കാൻ എനിക്കൊക്കെ ചെയ്യും. ഇങ്ങനെ ഞങ്ങൾ 3 മാസത്തോളമായി ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു. ഇവിടെ ഒരു പൈപ്പില്ല, കാര്യങ്ങൾ വെച്ചപ്പോൾ ടാങ്ക് കൊണ്ട് വെച്ചിട്ട് 2 മാസമായി. വെള്ളം വന്നിട്ട് മഴ പെയ്തിട്ടായിരിക്കും വെള്ളം ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് ഒരു ടാങ്ക് വെക്കാൻ. പഞ്ചായത്ത് കാട്ടണം കരീം ഇല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഈ വെള്ളം ഉണ്ടാവില്ല. പിന്നെ ഓന് വെള്ളം കിട്ടിയെങ്കിലേ കൊടുന്നു തരുള്ളൂ. അങ്ങനത്തെ ബുദ്ധിമുട്ടിലൊക്കെയാണ് ഇപ്പൊ ഞങ്ങൾ വിചാരിച്ചങ്ങാണ്ട് എന്താ വെച്ചാൽ അതിനനുസരിച്ച് തയ്യാറെടുപ്പ് തന്നെ വേണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പഞ്ചായത്ത് കിണറോ പഞ്ചായത്ത് വെള്ളമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണം. കരീം ചെയ്യുന്നത് വലിയൊരു ഉപകാരമായാണ് ഇവർ കാണുന്നത്. എങ്കിലും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി കുടിവെള്ള പദ്ധതി തന്നെ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഒരു പഞ്ചായത്ത് കിണറുമില്ല, ഒന്നുമില്ല. അവര് വെള്ളത്തിന്റെ ഒരു ഇത് എടുത്തുക്കണു. അതിനിപ്പോ ഞങ്ങൾക്കൊരു വഴിയില്ലായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് 4 കുടം വെള്ളം കൊണ്ടാണ് ഞങ്ങളെ ജീവിതം. ഞങ്ങളിവിടെ 100 വീടുണ്ട്. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും വെള്ളത്തിന് വക്കാനായിട്ടും കൂടെ നിൽക്കുകയാണ്. 4 കുടം വെള്ളം കൊണ്ട് എന്താ ചെയ്യാന്ന്. അപ്പൊ അതുകൊണ്ട് വെള്ളത്തിന് എന്തെങ്കിലും ഞങ്ങൾക്കൊരു ഇത് ചെയ്യുക വേണം. ആവശ്യത്തിന് വിതരണം ചെയ്യാനുള്ള വെള്ളം ലഭിക്കുകയാണെങ്കിൽ ഈ പ്രവൃത്തി തന്നാൽ കഴിയും വിധം തുടരുമെന്ന് കരീം പറഞ്ഞു.